നമസ്കാരം. പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണ് സൗദി അറേബ്യ. എണ്ണയും വാതകവും മാത്രമല്ല, സ്വർണം, ചെമ്പ് ഉൾപ്പെടെ മറ്റ് വിഭവങ്ങളും സൗദിയുടെ മണ്ണിനടിയിൽ യഥേഷ്ടമുണ്ട്. എന്നിട്ടും ചെമ്പ് വൻതോതിൽ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥയാണ് സൗദി അറേബ്യക്കുള്ളത്. പ്രതിവർഷം 365 കിലോ ടൺ ചെമ്പാണ് സൗദിക്ക് ആവശ്യമുള്ളത്. 2035 ആകുമ്പോൾ ഈ ആവശ്യം ഇരട്ടിയാകും. ഈ സാഹചര്യത്തിലാണ് ഖനന രംഗത്തെ അധികായരായ വേദാന്ത ലിമിറ്റഡ് സൗദിയിൽ വൻ നിക്ഷേപം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നത്. $200 കോടി നിക്ഷേപിക്കാനാണ് തീരുമാനമെന്നും വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030യുടെ ഭാഗമായിട്ടാണ് പുതിയ കരാർ എന്നാണ് വേദാന്ത പ്രസ്താവനയിലൂടെ പറയുന്നത്. $130,000 കോടി ധാതുക്കൾ ഖനനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാറ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്ന പിന്നാലെ വേദാന്തയുടെ ഓഹരി 0.99% ഉയരുകയും ചെയ്തു. നേരത്തെ 444.15 രൂപയായിരുന്നുവെങ്കിൽ ഇന്നലെ വിപണി ക്ലോസ് ചെയ്യുമ്പോൾ 448.55 രൂപയായിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും ധാതു ഖനന മേഖലയിൽ നിന്ന് സൗദിയുടെ GDPക്ക് ലഭിക്കുന്ന വിഹിതം $1,700 കോടി നിന്ന് 6,400 കോടിയാക്കി ഉയർത്തും. ആയിരക്കണക്കിന് പുതിയ ജോലി സാധ്യതകൾ തുറക്കുന്നത് കൂടിയാണ് വേദാന്തയും സൗദിയും തമ്മിലുള്ള കരാറ്. ക്രൂഡ് ഓയിൽ, വാതകം, സിങ്ക്, ലെഡ്, വെള്ളി, ചെമ്പ, ഇരുമ്പയിര്, ഉരുക്ക്, അലുമിനിയം എന്നിവയുടെ ഖനനത്തിൽ ശ്രദ്ധ പതിപ്പിച്ച കമ്പനിയാണ് വേദാന്ത. ക്രൂഡ് ഓയിലാണ് സൗദി അറേബ്യയുടെ പ്രധാന വരുമാന മാർഗം. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി രാജ്യവും സൗദിയാണ്. ആഗോള വിപണിയിൽ എണ്ണ വില നിശ്ചയിക്കുന്നതിൽ സൗദിയുടെ തീരുമാനമാണ് നിർണായകമാകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണവില അല്പം കയറിയിരുന്നു. എങ്കിലും ലബനാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ എണ്ണവില കുറയുകയാണ്. എണ്ണയെ ഏറെക്കാലം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് സൗദി അറേബ്യ മനസ്സിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റ് വരുമാന മാർഗങ്ങളും സൗദി തേടുന്നുണ്ട്. കായിക വിനോദ രംഗത്തേക്കുള്ള സൗദിയുടെ കടന്നുവരവ് ഈ ലക്ഷ്യത്തോടു കൂടിയാണ്.